വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും രുചികരമായും ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റായ ഈ ബീഫ് ഫ്രൈ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോംബോയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ഇനി ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീഫ് ഫ്രൈ തയ്യാറാക്കാനായി ഞാനിവിടെ ഇതുപോലെ നന്നായി കഴുകി അല്പം വലുപ്പത്തിൽ കട്ട് ചെയ്ത് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത് ഒരു വലിയ സവാളയും 20-25 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ബീഫിൽ ചതച്ച് ചേർക്കാനായി 10 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും അല്പം കനം കൂട്ടി അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അരിഞ്ഞു വെച്ച പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് മസാലയെല്ലാം ബീഫിൽ നല്ലപോലെ പിടിക്കാനായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി അല്പം മാത്രം വെള്ളം ഒഴിച്ച് അധികം വെന്ത് പോവാതെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓരോ കുക്കറിനനുസരിച്ചായിരിക്കും ബീഫിൻ്റെ വേവ്. എനിക്ക് ഈ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും വെച്ചതേയുള്ളൂ. ബീഫ് ഇതുപോലെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകരുത്. ബീഫിൽ അല്പം വെള്ളവുമുണ്ട്. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നേരം ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ബീഫിലെ ചാറൊക്കെ ചെറുതായി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് മതി. ഇനി കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തുമിട്ട് ചെറുതായി ഒന്ന് കളർ മാറുന്നവരെ ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഈ സമയം 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറാനായി 5 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അവസാനമായി ബീഫിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി മസാലയെല്ലാം ബീഫിലേക്ക് നന്നായി പിടിക്കാനായി 10 മിനിറ്റ് നേരം സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ സമയം ഉപ്പ് പോരാ എന്ന് തോന്നിയാൽ ചേർക്കാവുന്നതാണ്. എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും എരിവുമൊക്കെ പാകത്തിനുണ്ട്. ഇപ്പോൾ നല്ല തേങ്ങാക്കൊത്തിൻ്റെയും കുരുമുളകിൻ്റെയും മസാലയുടെയും മണം ഒക്കെ ബീഫിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.